ഹായ് ഹലോ എല്ലാവർക്കും പി ബി ഡ്രീം ക്രിയേഷൻ്റെ മറ്റൊരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത് എൻ്റെ ഈ പിറകിൽ കാണുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് തന്നെ ഇന്ന് പരിചയപ്പെടുന്നത്. ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതും ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഒട്ടും മടി കാണിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുന്നതിനെ കുറിച്ച് വിശദമായി തന്നെ പരിചയപ്പെടാം. ഓക്കെ, ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ ഗ്രാസ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ പ്രതലം ഒന്ന് നന്നായി തന്നെ വൃത്തിയാക്കി സിമൻറ്റൊക്കെ ഇട്ടെടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു കോൺക്രീറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്കിനോട് ചേർന്നൊരു ഭാഗമാണിത്. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാസ് നമ്മൾ എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്ന ഗ്രാസാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഡിമ്മായി പോകാത്ത രീതിയിലുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗ്രാസാണ്. ഒരു 35 mm ഗ്രാസാണ് ഇവിടെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കയ്യിലുള്ളൊരു നൈഫ് വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നൈഫ് കുറച്ച് മൂർച്ച കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായി വരാത്ത. നല്ല ഒരു പുതിയ നൈഫൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയറായിട്ട് കട്ടായി വരും. ഇതേപോലെ ഒരു ലെവലിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു പീസ്, ഒരു സ്റ്റീലിൻ്റെ പീസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഇത് ഫിക്സ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതേപോലെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാനുള്ള രീതിയിൽ 2 ടൈപ്പിൽ നമുക്ക് ഗ്രാസ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ യൂസ് ചെയ്യുന്ന ഗ്രാസിന് അത്യാവശ്യം കുറച്ച് വിലയിലും കുറവ് വരുന്നുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വിഡ്ത്ത് ഏകദേശം 42 ഇഞ്ച്, ഏകദേശം 3.5 ഫീറ്റോളം ഇതിൻ്റെ ഒരു വിഡ്ത്ത് വരുന്നുണ്ട്. സെലക്ട് ചെയ്തിരിക്കുന്ന കളറ് നല്ല ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഒരു യെല്ലോയും കൂടെ മിക്സ് ചെയ്യുന്ന ഷെയ്ഡ്, ഒരു ഇച്ചിരി ഗ്രീന് കുറവുള്ളൊരു ഷെയ്ഡ്, അങ്ങനെ 3-4 ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് സാധനം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗമ്മിലോ അല്ലെങ്കിൽ ആണി കൊണ്ട് തറച്ചോ സ്ക്രൂ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ഇവിടെ ഞങ്ങൾ ഒരു സ്റ്റീലാണ് ഉപയോഗിച്ച് 2 ഇഞ്ചിൻ്റെ സ്റ്റീലാണ് ഉപയോഗിച്ചാണ് ഈ തറയിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ തറ നമ്മൾ ചെറിയ രീതിയിലൊരു കോൺക്രീറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലൂടെ സ്റ്റീലാണി കൊണ്ട് ഫിക്സ് എടുക്കുന്നത്. ഒരുപാട് ഗ്യാപ്പിട്ട് അടിച്ച് ഒരു ഇടരുത്. അത്യാവശ്യം ഒരു 5-6 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ ആണി വെച്ച് കൊടുത്ത് ഫിക്സ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി നടക്കുമ്പോഴൊന്നും കാലിലൊന്നും തട്ടി ഇളവാതെ ഇരിക്കാനുള്ളൊരു നല്ലതാണ്. അതുപോലെ അത്യാവശ്യം ഒരു അടുപ്പിച്ച് തന്നെ ആണി കൊടുത്ത് ക്ലിയർ എടുക്കുക. ഇതുപോലെ വലിച്ചു പിടിച്ച് തന്നെ അത് ആണി അടിച്ച് ഫിക്സ് ചെയ്യുക. നമ്മൾ 2 രീതിയിൽ ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതേപോലെ വളരെ ക്ലിയറായിട്ട് തന്നെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആണി അടിച്ച് ഫിക്സ് ചെയ്താൽ മതി. ഈ ഗ്രാസ് എല്ലാം ഏകദേശം ഒരു സൈഡിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ആയിരിക്കും ഗ്രാസ് ഇരിക്കുന്നത്. നമ്മൾ രണ്ടാമത് ഓരോ ഷീറ്റ് ജോയിൻ്റ് ചെയ്യുമ്പോഴും ആ ഗ്രാസ് ഏത് സൈഡിലോട്ടാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ നോക്കി ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. നേരെ ക്ലിയറായിട്ട് ജോയിൻ്റ് ചെയ്ത് വെച്ച് ഈ ആണി അടിച്ച് കഴിഞ്ഞാൽ ആ ജോയിൻ്റ് വരുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. വളരെ ക്ലിയറായിട്ട് തന്നെ ഒരൊറ്റ ഷീറ്റായിട്ട് തന്നെ ഇത് തോന്നുകയും ചെയ്യും. ഞങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഗ്രാസിന് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു 55 രൂപയോളം നമുക്ക് വില വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇത്രത്തോളം വിലയായത്. ഇതിൽ കൂടിയ വിലയുള്ളത് ഗ്രാസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ കോർണർ ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് നൈഫിൻ്റെ സഹായത്തോട് തന്നെ സൈഡ് ഭാഗമൊക്കെ ആ ഒരു ഗ്യാപ്പ് കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് നൈഫിന് തന്നെ, സാധാരണ നൈഫാണ് കേട്ടോ, നൈഫിനെ വിച്ചാത്തി കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ മുറിഞ്ഞ് വരുന്ന, വളരെ എളുപ്പത്തിൽ തന്നെ മുറിഞ്ഞ് വരും. കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ കോർണറെല്ലാം ആണി അടിച്ച് തന്നെ ഇത് ഫിക്സ് ചെയ്തെടുക്കാം.
ഇത് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ആൾക്കാരെ വിളിച്ച് ഫിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രാസ് ഇരിക്കുന്നതിൻ്റെ ഷേപ്പ് വളരെ ക്ലിയറായിട്ട് തന്നെ വരുന്ന രീതിയിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ല വേറെ പ്രശ്നമില്ല. ഇവിടെ ഏകദേശം ഒരു 10-250 സ്ക്വയർ ഫീറ്റ് നമ്മളിവിടെ ഗ്രാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റേ വീഡിയോയിൽ കാണാം. താങ്ക് യു.